അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 തിങ്കളാഴ്ച. കോഴിക്കോട്ട് പുതിയ ബസ് സ്റ്റാൻഡിലെ വസ്ത്രവ്യാപാരശാലയിലുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയം. വൈകിട്ട് 5 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏതാണ്ട് പൂർണ്ണമായും കത്തിനശിച്ചു. 5 മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നഗരമെങ്ങും കറുത്ത പുക പടർന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തീ നിയന്ത്രണ വിധേയമായെങ്കിലും 5 മണിക്കൂർ പിന്നിട്ടിട്ടും പൂർണ്ണമായും അണഞ്ഞിരുന്നില്ല. രാത്രി 9 മണിയോടെ JCB കൊണ്ടുവന്ന് കെട്ടിടത്തിന്റെ ചില്ല് പൊട്ടിച്ച് വെള്ളം ശക്തിയായി അടിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ പടർന്ന ഉടനെ തന്നെ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനാൽ ആളഭയമില്ല. ജില്ലയിലെയും പുറത്തുമുള്ള 30ഓളം അഗ്നിശമന സേനാ യൂണിറ്റുകൾ പണിപ്പെട്ടാണ് രാത്രി 10:30 തീ നിയന്ത്രണ വിധേയമാക്കിയത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണം. 2 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തം മുന്നറിയിപ്പും താക്കീതുമാണെന്ന് കോർപ്പറേഷൻ കൌൺസിൽ പാർട്ടി നേതാവ് KC ശോഭിതയും ഉപനേതാവ് K മൊയ്തീൻ കോയയും വാർഡ് കൌൺസിലർ SK അബൂബക്കറും പറഞ്ഞു. ഫയർഫോഴ്സിന് തീ അണയ്ക്കാൻ മണിക്കൂറുകൾ വേണ്ടിവന്നു. കെട്ടിടത്തിന് മുകളിലേക്ക് കയറാൻ പ്രയാസം നേരിട്ടതാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ വൈകിയത്. കെട്ടിട നിർമ്മാണത്തിലെ അശാസ്ത്രീയ ഘടനയാണ് ഇതിന് കാരണം. കോഴിക്കോട് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ്. എന്താണ് സംഭവിച്ചതെന്നും കെട്ടിടത്തിന്റെ കുഴപ്പങ്ങൾ ഉണ്ടോ എന്നെല്ലാം പിന്നീട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി ലിയോ 14 സ്ഥാനമേറ്റു. മുക്കുവന്റെ മോതിരവും പാലിയവും സ്വീകരിച്ചുകൊണ്ടാണ് സ്ഥാനമേറ്റെടുത്തത്. സമാധാനം പുലരുന്ന പുതിയ ലോകം സാധ്യമാകണമെന്ന് സ്ഥാനമേറ്റ ചടങ്ങിൽ മാർപ്പാപ്പ പറഞ്ഞു. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചടങ്ങുകൾക്കൊടുവിലാണ് ലിയോ 14 മാർപ്പാപ്പയായി സ്ഥാനമേറ്റത്. ദൈവസ്നേഹത്തിന്റെ വഴിയിൽ നിങ്ങൾക്കൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്നേഹവും ഐക്യവും പ്രധാനമാണെന്നും ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ നടന്ന ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുന്ന ചടങ്ങിലാണ് ലിയോ 14 പ്രതികരണം. അക്യുപങ്ചർ ചികിത്സയ്ക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നവർ സാമൂഹ്യദ്രോഹികളാണ്. വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതുൾപ്പെടെ സമൂഹത്തെ പുറകോട്ടടുപ്പിക്കാൻ ഇക്കൂട്ടർ ശ്രമം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന റാപ്പർ വേടന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 15ഓളം പേർക്ക് പരിക്ക്. പട്ടികജാതിവർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സംഗീത പരിപാടിയിലാണ് അനിയന്ത്രിതമായി തിരക്ക് അനുഭവപ്പെട്ടത്. കാണികൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ പോലീസ് ലാത്തിവീശി. പരിപാടിക്കിടെ 4 തവണയാണ് പോലീസ് ലാത്തിവീശിയത്. മുതലപ്പൊഴിയിലെ മണൽ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ മാസം 30-നുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കളക്ടറുടെ വസതിയിൽ ചേർന്ന ചർച്ചയിൽ സമരസമിതി നേതാക്കളും ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കരാർ കമ്പനിയുടെ പ്രതിനിധികളും പങ്കെടുത്തു. സംസ്ഥാനത്തെ സ്കൂൾ കോമ്പൌണ്ടുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ കെട്ടിട ഭാഗങ്ങളും സ്കൂൾ തുറക്കും മുൻപ് പൊളിച്ചു നീക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച സ്കൂളുകളിൽ പോലും വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ മൂലം പൊളിക്കാനാവാതെ അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെയും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രാജ്യത്താദ്യമായി സംസ്ഥാനത്തെ 10ാം ക്ലാസ്സിലെ 4.3 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠിക്കാൻ അവസരമൊരുക്കാൻ കേരള സർക്കാർ. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ഇതിനായി കൈറ്റ് വഴി
29,000 റോബോട്ടിക് കിറ്റുകളുടെ വിതരണം പൂർത്തിയാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. നീതി ആയോഗ് റിപ്പോർട്ട് ആധാരമാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ സർവകലാശാലകളെ ഇകഴ്ത്തി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 2025 ഫെബ്രുവരിയിലെ നീതി ആയോഗ് റിപ്പോർട്ടിലെ വസ്തുതകൾ ഉദ്ധരിച്ചാണ് മന്ത്രി ബിന്ദുവിന്റെ വിശദീകരണം. ഗീവർഗീസ് മാർ കൂറിലോസിനെ വീണ്ടും മെത്രാപ്പോലിത്തയായി നിയമിച്ചു. നിരണം ഭദ്രാസനത്തിന്റെ ചുമതലയിലേക്കാണ് വീണ്ടും നിയമിതനായത്. 2023 കൂറിലോസ് സ്വയം ചുമതല ഒഴിഞ്ഞിരുന്നു. ഗീവർഗീസ് മാർ ബർണബാസ് യാക്കോബായ സഭ നിരണം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലിത്ത സ്ഥാനം രാജിവെച്ചു. സർവകക്ഷി പ്രതിനിധി സംഘ വിവാദത്തിൽ ഒടുവിൽ ശശി തരൂരിന് വഴങ്ങി കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ അന്തിമ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ ഇനി തരൂർ ഉൾപ്പെടെ കേന്ദ്രം പുറത്തുവിട്ട പേരുകളിൽ എതിർപ്പുയർത്തേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. പ്രധാനമന്ത്രിയെയും ബിജെപിയെയും പോലെ തരംതാണ രാഷ്ട്രീയം കളിക്കാനില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചു. ശശി തരൂരിനെ വിമർശിച്ച് കെപിസിസി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണമെന്നും പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകരുതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഏത് തലം വരെ വേണമെങ്കിലും തരൂരിന് പോകാമെന്നും എന്നാൽ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനാകണമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. തരൂരിന്റെ പരാമർശങ്ങളിൽ കോൺഗ്രസ് അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും അതിനെക്കുറിച്ചൊന്നും പറയാനില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസിനുള്ളിലെ ബിജെപി സ്ലീപ്പിംഗ് സെല്ലിൽ ബർത്തുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശശി തരൂരെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കോൺഗ്രസിനുള്ളിൽ ബിജെപി സ്ലീപ്പിംഗ് സെല്ലുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആശങ്ക നിസ്സാരമല്ലെന്നും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം പോലും പാർട്ടി നേട്ടത്തിനായി ബിജെപി ഉപയോഗിക്കുകയാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ 1 മാസമെടുത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും എന്നാൽ തനിക്കെതിരെ 3 ദിവസത്തിനുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്നും ജി സുധാകരൻ. നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് ആക്കുന്ന പ്രസംഗ തന്ത്രമാണ് താൻ ഉപയോഗിച്ചതെന്നും തനിക്കെതിരെ കേസെടുത്തതിൽ ശരിയല്ലാത്ത ആലോചന നടന്നിട്ടുണ്ടെന്നും എന്നാൽ ജയിലിൽ പോകാൻ തയ്യാറെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ സൈന്യത്തിന് 40,000 കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ കൌൺസിലാണ് അടിയന്തര ആയുധ സംഭരണ അധികാരം നൽകിയത്. 5 വർഷത്തിനിടെ ഇത് 5ാം തവണയാണ് ഇത്തരത്തിൽ അധികാരം നൽകുന്നത്. ചിലർ തന്നോട് നരകത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം പാകിസ്ഥാനിലേക്ക് പോകാനാണ് പറയുന്നതെന്നും നരകം വേണോ പാകിസ്ഥാൻ വേണോ എന്ന് ചോദിച്ചാൽ താൻ തീർച്ചയായും നരകം തന്നെ തെരഞ്ഞെടുക്കുമെന്നും പ്രശസ്ത ഗാനരചയിതാവ് ജാവേദ് അക്തർ. മുംബൈയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജാവേദ് അക്തർ. കശ്മീരികൾക്ക് ഇന്ത്യയിലല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും പഹൽഗാമിൽ സംഭവിച്ചത് അവരെയാണ് ഏറ്റവും വേദനിപ്പിച്ചതെന്നും അവരിൽ 99% പേരും ഇന്ത്യയുടെ വിശ്വസ്തരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കരസേന. അതിർത്തിയിലെ പാക് സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. നീതി നടപ്പാക്കിയെന്ന അടിക്കുറിപ്പോടെയാണ് വെസ്റ്റേൺ കമാൻഡിന്റെ എക്സിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വ്യക്തതയും കൃത്യതയുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കരസേന പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന ആരോപണത്തിൽ ഹരിയാനയിൽ 26-കാരൻ പോലീസിന്റെ പിടിയിൽ. ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന് വിവരങ്ങൾ കൈമാറിയെന്നാണ് വിവരം. പ്രതിയെ 6 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം 9ആയി. പാകിസ്ഥാനുമേൽ കടുത്ത ഉപാധികളുമായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. സാമ്പത്തിക സഹായത്തിന്റെ അടുത്ത ഗഡു നൽകുന്നതിന് 11 ഉപാധികളാണ് IMF മുന്നോട്ടുവച്ചത്.
വാർഷിക ബജറ്റ് 17.6 ട്രില്യൺ രൂപയായി ഉയർത്തണമെന്നതാണ് ആദ്യത്തേത്. വൈദ്യുതി ബില്ലുകളുടെ സേവന ചാർജിൽ വർധന വേണമെന്നും പ്രതിരോധ ചെലവിൽ സുതാര്യത വേണമെന്നും ഉപാധികൾ വച്ചിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുകയോ കൂടുതൽ വഷളാവുകയോ ചെയ്യുന്നത് വായ്പാ പദ്ധതിയുടെ സാമ്പത്തിക ബാഹ്യ ഘടകങ്ങളെയും പരിഷ്കരണ ലക്ഷ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ടെന്നും അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളിൽ പങ്കുള്ള സെയ്ഫുള്ള ഖാലിദ് എന്ന ലഷ്കർ ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ സിദ്ധ് പ്രവിശ്യയിൽ അജ്ഞാതരായ ആളുകളുടെ ആക്രമണത്തിലാണ് സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകര താവളം പുനർനിർമ്മിക്കാൻ പാക് സർക്കാരിന്റെ സഹായം. പാകിസ്ഥാനിലെ മുറിദ് കെയിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ആസ്ഥാനം പുനർനിർമ്മിച്ച് നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെന്ന് ഭീകരവാദ സംഘടനയായ പാകിസ്ഥാൻ മർക്സി മുസ്ലിം ലീഗ് അറിയിച്ചു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ, മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്, ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഹൈദരാബാദിൽ ചാർമിനാറിന് സമീപം വൻ തീപിടുത്തം. തീപിടുത്തത്തിൽ 17 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ചാർമിനാറിനടുത്ത ഗുൽസാർ ഹൌസിന് സമീപത്താണ് തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ പുലർച്ചെ 6 മണിക്ക് തീ പടർന്നു പിടിച്ചുവെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് പൊള്ളലേറ്റവരെയും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 20 പേർ ചികിത്സയിലുണ്ടെന്നാണ് വിവരം. കാൺപൂരിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പിന്നാലെ 2 എഞ്ചിനീയർമാർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഇക്കാര്യത്തിൽ വൈദഗ്ധ്യമില്ലാത്ത ദന്ത ഡോക്ടറാണെന്നാണ് പരാതി. ഡോക്ടറുടെ ഭർത്താവിനും പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. മരിച്ച 2 പേരുടെ ബന്ധുക്കൾ പരാതി നൽകിയതിന് പിന്നാലെ ഡോക്ടറും ഭർത്താവും ഒളിവിലാണ്. നടുറോഡിൽ പെട്ടെന്നുണ്ടായ 8 അടിയോളം ആഴമുള്ള കുഴിയിലേക്ക് വീണ് കാറും യാത്രക്കാരും. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു സംഭവം. ചെന്നൈയിലെ താരാമണിക്ക് സമീപത്തെ ടൈഡൽ പാർക്കിനടുത്തുള്ള രാജീവ് ഗാന്ധി സലയിലാണ് റോഡിൽ പെട്ടെന്ന് ഗർത്തം രൂപം കൊണ്ടത്. ഇതേസമയം ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാർ യാത്രക്കാർ സഹിതം കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് കയറ്റുമതി ചെയ്ത 15 ഷിപ്മെന്റ് മാമ്പഴം തടഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും വലിയ മാമ്പഴ കയറ്റുമതി വിപണിയാണ് യുഎസ്. ആവശ്യമായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിവിധ വിമാനത്താവളങ്ങളിൽ മാമ്പഴ ലോഡുകൾ തടഞ്ഞതെന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. നിരോധിത ഭീകര സംഘടനയുമായി ബന്ധമുള്ള 2 പേരെ വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയിൽ നിയമിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി വിവാദമാകുന്നു. 2000-2001 കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും കശ്മീരിൽ നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായും ആരോപിക്കപ്പെടുന്ന യുഎസിൽ നിന്നുള്ള 2 പേരെയാണ് വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയിലേക്ക് ട്രംപ് ഭരണകൂടം നിയമിച്ചത്. നിരോധിത ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഇസ്മായിൽ റോയർ, സൈതുന കോളേജിന്റെ സഹസ്ഥാപകൻ ഷെയ്ഖ് ഹംസ യൂസഫ് എന്നിവരെയാണ് ഉപദേശക സമിതിയിലേക്ക് നിയമിച്ചിരിക്കുന്നതെന്ന് സഖ്യകക്ഷി നേതാവായ ലോറ ലൂമർ പറഞ്ഞു. ജർമ്മനിയിൽ നിന്ന് സ്പെയിനിലേക്കുള്ള ലുഫ്താൻസ വിമാനം 10 മിനിറ്റോളം പൈലറ്റില്ലാതെ പറന്നെന്ന് റിപ്പോർട്ട്. 2024 സംഭവം. പ്രധാന പൈലറ്റ് റെസ്റ്റ് റൂമിൽ പോയ സമയം സഹ പൈലറ്റിനെ ചുമതലയേൽപ്പിച്ചു. എന്നാൽ കോ പൈലറ്റ് കോക്പിറ്റിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് 10 മിനിറ്റ് നേരത്തേക്ക് വിമാനം പൈലറ്റില്ലാതെ പറന്നുവെന്ന് ജർമ്മൻ വാർത്താ ഏജൻസിയായ DPA ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ തീവ്രമായ ഉഷ്ണതരംഗം, ചൂട് കുതിച്ചുയരുന്നു. ഇന്നലെ ഖുറയത്ത് പ്രവിശ്യയിൽ 48.6 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. താപനില ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കനത്ത ചൂടിൽ ആളുകൾ പുറത്തിറങ്ങുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകി.
ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച പുതിയ സൈനിക നടപടിയായ ഗിദയോൻ ചാരിയറ്റിൽ ശനിയാഴ്ച രാത്രി മാത്രം 101 പേർ മരിച്ചു. മരിച്ചവരിൽ 30ഓളം പേർ കുട്ടികളാണ്. വടക്കൻ ഗാസയിൽ ആക്രമണം ശക്തിപ്പെട്ടതോടെ ഗാസയിൽ അവശേഷിച്ചിരുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമായ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റൽ അടയ്ക്കേണ്ടി വന്നു. റൊമേനിയയിൽ തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ബുജാറസ്റ്റ് മേയർ നിക്കുസോർ ഡാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രേരിതമായ രീതിയിൽ റൊമേനിയയെ നയിക്കുമെന്ന് പ്രഖ്യാപിച്ച തീവ്ര വലതുപക്ഷ അനുഭാവിയായ ജോർജ് സൈമണെയാണ് നിക്കുസോർ ഡാൻ പരാജയപ്പെടുത്തിയത്. അപ്രതീക്ഷിത വിജയമെന്നാണ് നിക്കുസോർ ഡാന്റെ പ്രസിഡന്റ് പദവിയെ ലോകം നിരീക്ഷിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു. ജോ ബൈഡന്റെ ഓഫീസ് ഇന്നലെ നൽകിയ പ്രസ്താവനയിലാണ് രോഗവിവരം സ്ഥിരീകരിച്ചത്. ക്യാൻസർ എല്ലുകളിലേക്ക് പടർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ പടരുന്ന വിഭാഗത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് ബൈഡന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം വളരെ രൂക്ഷമായ നിലയിലെന്നതാണ് ഇത് വിശദമാക്കുന്നത്. IPLൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 10 റൺസിന്റെ തോൽവി. ഈ സീസണിലെ രാജസ്ഥാന്റെ 10ാം തോൽവിയാണ് ഇത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 37 പന്തിൽ 70 റൺസെടുത്ത നെഹർ വധേരയുടെയും 30 പന്തിൽ 59 റൺസെടുത്ത ശശാങ്ക് സിംഗിന്റെയും ഇന്നിംഗ്സുകളുടെ മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസെടുത്തു. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് 50 റൺസെടുത്ത യശസ്വി ജയ്സ്വാളും 40 റൺസെടുത്ത വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കം നൽകിയെങ്കിലും 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. IPLൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 10 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് 65 പന്തിൽ പുറത്താവാതെ 112 റൺസെടുത്ത KL രാഹുലിന്റെ മികവിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 199 റൺസെടുത്തു. എന്നാൽ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഒരു ഓവർ ശേഷിക്കെ വിക്കറ്റൊന്നും നഷ്ടപ്പെടുത്താതെ വിജയം കൈയിലൊതുക്കി. 61 പന്തിൽ 108 റൺസെടുത്ത സായ് സുദർശനും 53 പന്തിൽ 93 റൺസെടുത്ത ശുഭമാൻ ഗില്ലിന്റെയും ഇന്നിംഗ്സുകളാണ് ഗുജറാത്തിനെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതോടെ ഗുജറാത്ത് പ്ലേ ഓഫിലെത്തി. ഡൽഹിയുടെ തോൽവിയോടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ് എന്നിവരും പ്ലേ ഓഫ് ഉറപ്പിച്ചു. നിലവിൽ പോയിന്റ് നിലയിൽ മുംബൈക്ക് ശേഷം 5ാം സ്ഥാനത്താണ് ഡൽഹി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.